ഗ്രിൽ ചെയ്യാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കി ചിക്കൻ്റെ വലിയൊരു കഷ്ണം മാറ്റി വെച്ചിട്ട് കുഴിമന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അറേബ്യൻ കുഴിമന്തി മസാല ഞാൻ അതിന് മുമ്പ് വേഗൻ കുഴിമന്തി കാണിച്ചിരുന്നു. അതേ റെസിപ്പി തന്നെയാണ് ഇപ്പോൾ ഈ ചിക്കനിൽ യൂസ് ചെയ്യുന്നത്. വേഗൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചിക്കനിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ കൂടെ തന്നെ ഈ അറേബ്യൻ മന്തിയിലുണ്ടായിരുന്ന ചിക്കൻ മസാല ചേർത്ത് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേസമയം ഞാൻ ഇവിടെ അരി അതായത് ബസ്മതി റൈസ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഹാഫ് ആൻ അവറായി. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിലെ റൈസ് മന്തി മസാല ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു സ്റ്റിക്കി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. മാത്രമല്ല റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും വേണമെങ്കിൽ കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മെഷറിംഗ് കപ്പ് 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ അല്പം സോൾട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ലംസൊക്കെ പൊടിയുന്ന വിധത്തിൽ ഇളക്കി കൊടുത്ത് ഫൈൻ വാട്ടർ ആവുന്ന വരെ ഇളക്കി വയ്ക്കുക. നമ്മുടെ സൂപ്പൊക്കെ ഇളക്കില്ലേ അതുപോലെ ആക്കി വെക്കണം. എന്നിട്ട് അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് തിള വരുമ്പോൾ നമുക്ക് ഈ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ആകുന്ന വരെ മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഫ്രൈ ആയോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അതേസമയം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ചെയ്യുകയാണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് വെള്ളം. ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ച് വാർത്തെടുത്ത റൈസാണ്, ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്ക് ആവണ വരെ റൈസ് കുക്ക് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്. സോൾട്ട് വേണമെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം മസാലയിൽ സോൾട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈസ് മന്തി മസാല. അപ്പോൾ കാര്യമായിട്ട് ഇനി പണികളൊന്നുമില്ല. ഞാൻ ഇത് ഇപ്രകാരമാണ് ചെയ്യുന്നത്. കൂടാണ്ട് മസാല നമുക്ക് തന്നെത്താൻ അരച്ചൊക്കെ ചേർത്താം. പക്ഷേ ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് മന്തി മസാല ബാക്കി വന്നു, കൂടാതെ ചിക്കനും ബാക്കി വന്നു. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് മന്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റൈസ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെല്ലാം എടുത്തുനിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതെല്ലാം ഞാനിതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ. ഇത് വെച്ചതിന് ശേഷം ഇതിലേക്ക് മന്തിയുടെ ആ ഒരു സീസണിങ് ഉണ്ടായിരുന്നു. ഇതേ പാക്കറ്റ് തന്നെ ഉള്ളതാണ് മന്തി സീസണിങ് മസാല. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഞാനിതിൽ റോ ആയിട്ട് ഇതിലേക്ക് തന്നെ ഇടുന്നില്ല. പകരം ഞാൻ വേറെ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനിവിടെ റൈസൻസും കാഷ്യൂ നട്ട്സും കുറച്ച് നെയ്യിൽ വാട്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം ആ ബാക്കി വന്ന നെയ്യിലാണ് ഞാൻ ഈ സീസണിങ് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യൊക്കെ ആയി എൻ്റെ ആ റോ സ്മെല്ല് ഉണ്ടാവില്ല. സീസണിങ്ങിന് നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് ദം ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ വേഗനിൽ കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ്. അതേ കപ്പിൽ തന്നെ ഒരു ചാർക്കോൾ എടുത്ത് അതിലേക്കിട്ട് അതിലേക്ക് ഇത് ഊതൊക്കെ കത്തിക്കുന്ന ചാർക്കോളാണ് കേട്ടോ. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ല പുക വന്ന് വേഗം അതിനകത്ത് വെച്ച് മൂടി വയ്ക്കുക. ഈ അടുത്ത് ഈ ചെറിയ ഹോളുണ്ടല്ലോ, ഇതും ലോക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു ഹോള് പോലും പാടില്ല പുറത്തേക്ക് വരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫ്ലേവറും ആ ഒരു പുകയൊന്നും പുറത്ത് പോകാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ല്. ഈ സമയം കൊണ്ട് ഞാൻ പപ്പടമൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സൂറ്റബിളായിട്ടുള്ള ചില്ലി ചട്നി എൻ്റെ ബ്രദർ ഉണ്ടാക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാലഡും റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ വേണ്ടതല്ലേ, എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് മന്തി ഒന്ന് തുറന്ന് നോക്കേ വേണ്ടു. അതിന് മുമ്പ് ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ആ സ്മെല്ല് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തുറക്കേണ്ട സമയം ആയി. ഇപ്പോൾ തന്നെ ലേശം സ്മോക്കിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മണമാണ്. സൂപ്പർ മണമാണ്. ആ സ്മോക്കിൻ്റെയൊക്കെ ആ സ്മെല്ലും ചിക്കൻ്റെയൊക്കെ. പിന്നെ അതിൻ്റെ ഒപ്പം നല്ല പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടതല്ലേ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.